വെങ്ങര കടാങ്കോട്ട് തറവാട്ടിൽ തോട്ടിൻകര ഭഗവതി പുറപ്പെട്ടുറഞ്ഞാടുകയാണ്. അറിവ് നേടി എന്ന കുറ്റത്താൽ പണ്ട് നാടുവാഴിത്തത്തിന്റെ കൊടും ക്രൂരതയ്ക്കിരയായ അധസ്ഥിതയായ ഒരു പെണ്ണിന്റെ കരളലിയിപ്പിക്കുന്ന കഥയുണ്ട് ഈ തെയ്യത്തിന്റെ പിറകിൽ. സംസ്കൃതവും പുരാണങ്ങളും ഹൃദിസ്ഥമാക്കിയ ആ പെണ്ണിന്റെ 12 മക്കളും നഷ്ടപ്പെട്ടു. അവൾ ഒരു കർക്കിടക മാസത്തിൽ ഈണത്തിൽ രാമായണം വായിക്കുകയായിരുന്നു. അതുവഴി യാത്ര ചെയ്യുകയായിരുന്ന നാടുവാഴിയും പരിവാരങ്ങളും ഇത് കേൾക്കാനിടയായി. രാമായണവും പുരാണങ്ങളും വായിക്കുന്നത് കീഴാളർക്ക് നിഷിദ്ധമായ ആ കാലത്ത് ഇത് കേട്ട നാടുവാഴിക്കും കാര്യസ്ഥന്മാർക്കും തീരെ രസിച്ചില്ല. അവർ അവളോട് കൊട്ടാരത്തിൽ ഹാജരാകാൻ കൽപ്പിച്ചു. നാട്ടുനടപ്പ് തെറ്റിച്ച് നീ രാമായണം വായിച്ചതെന്തേ എന്നായി ചോദ്യം. അവർ അവളെ ഒരു പാണ്ഡിത്യ സദസ്സിലേക്ക് ക്ഷണിച്ചു. പാണ്ഡിത്യ തർക്കത്തിൽ അവൾ ജയിച്ചു. ഇതിൽ ഈർഷ്യ പൂണ്ട നാടുവാഴിയുടെ കിങ്കരന്മാർ അവളുടെ നെഞ്ചിൽ നെല്ലുകോരിയിട്ടു. അത്ഭുതമെന്ന് പറയട്ടെ, ആ നെൽമണികളെല്ലാം മലർപ്പൊടികളായി തെറിച്ചു വീണു. കിങ്കരന്മാർ ആ പെണ്ണിന്റെ തലയിൽ 3 തീപ്പന്തങ്ങൾ തറപ്പിച്ച് നാടുകടത്തി കുത്തിയൊഴുകുന്ന കാക്കാത്തോട്ടിൽ വലിച്ചെറിഞ്ഞു. ആ തോട്ടിൻകരയിൽ നിന്നും ഒരു അത്ഭുത തേജസ് ഉയർകൊണ്ടു. അതെ, അവൾ ദൈവക്കരുവായി. തോട്ടിൻകരയിൽ ഉത്ഭവിച്ച ദേവി തോട്ടിൻകര ഭഗവതിയായി. അവൾ 8 ദിക്കും ഞെട്ട് അട്ടഹാസം കൊടുത്തു. നാന്തകവും വായിലഗ്നിയുമായി നാടുവാഴിയുടെ കോവിലകത്തേക്ക് പാഞ്ഞെടുത്തു ആ ദേവത. കോവിലകം ചെമ്മണ്ണും തീപ്പുകയുമായി. ജ്യോതിഷം പക്കലറിഞ്ഞ വാഴുന്നോർ ഭഗവതിക്ക് പീഡവഴക്കം ചെയ്തു. നാട്ടുമനുഷ്യർക്ക് ആ അമ്മ ഐശ്വര്യവും വിദ്യയും പകരുന്ന തോട്ടിൻകരപ്പോതിയായി.